ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കൃഷിയെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിപ്പെന്ന് പറയുന്നത്, മുളക് ചെടിയിലുണ്ടാകുന്ന കുറേ അസുഖങ്ങളില്ലേ, കുരുടിപ്പ് രോഗം, വെള്ളീച്ചയുടെ ഭയങ്കര ശല്യം, ഇലയെല്ലാം മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നുണ്ട്, കായ പിടിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പെന്ന് പറയുന്നതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ ഒരു മുളക് ചെടിയും കറിവേപ്പിലയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശരിയാവാത്തതുകൊണ്ട് ഉപേക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടിപ്പൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, ഉറപ്പായിട്ടും അത് സക്സസ് ആവുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്നത്, നമ്മൾ പുളിപ്പിച്ച് 2 കപ്പ് കഞ്ഞിവെള്ളം, അതിനകത്തേക്ക് നല്ല ക്വാളിറ്റിയുള്ള 4 പിടി വേപ്പിൻ പിണ്ണാക്ക്, നല്ല സ്മെല്ലുള്ളതായിരിക്കണം. അതിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും ചേർത്ത് ആ വെള്ളത്തിലേക്ക് നമ്മൾ 1 പിടി സ്യൂഡോമോണസും മിക്സ് ചെയ്ത് ഇരട്ടി വെള്ളവും ചേർത്തിട്ട് എല്ലാ ചെടികളിലും ചുവട്ടിലും ഒഴിക്കാം, നമ്മുടെ ചെടികളുടെ മുകളിലുമൊക്കെ ആയിട്ട് തളിച്ചു കൊടുക്കാം. നല്ല ഗ്രോത്തോടു കൂടി ഇത് വളർന്നു വരും. പിന്നെ തുടക്കം 2 ആഴ്ച വരെയൊക്കെ വളരാനുള്ള ചെടിയിൽ നമ്മൾ വളമിട്ടിട്ടാണ് ഇത് നടുന്നത്. അപ്പോൾ 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ ആ വളത്തിലൊക്കെ വളർന്ന് വന്നോളും. ഇനി വേറെ വളമൊന്നും വേണ്ടി വരത്തില്ല. 2-3 ആഴ്ച കഴിയുമ്പോഴത്തേനാണ് നമ്മളിങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ടുണ്ട്. ഇഷ്ടം പോലെ മുളക്, കാന്താരി എല്ലാം എനിക്കുണ്ട്. ഉണ്ടമുളകൊക്കെ നല്ല രീതിയിൽ, ഇപ്പം 10 ചട്ടി ഉണ്ടമുളകിനാണ് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കൂ. തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളല്ലെങ്കിൽ സ്യൂഡോമോണസ് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യണ്ടേ, ചിലപ്പോൾ അതൊക്കെ മറന്നു പോകും. അപ്പോൾ സ്യൂഡോമോണസും കൂടി ഇതിൽ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ എല്ലാവരും അങ്ങ് ചെയ്ത് നോക്കൂ. താങ്ക് യു.